കോഴിക്കോട് പേരാമ്പ്രയിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ജാതി വിവേചനത്തിന് ഇരയാകുന്ന സംഭവത്തിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ റിപ്പോർട്ട് തേടി. കോഴിക്കോട് ജില്ലാ കളക്ടർ, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരോടാണ് റിപ്പോർട്ട് തേടിയത്. അടുത്ത മാസം 30-നുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതായി കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് PN വിജയകുമാർ അറിയിച്ചു. പേരാമ്പ്രയിലെ ജാതി വിവേചനത്തെക്കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ടർ ടിവിയാണ് പുറത്തുകൊണ്ടുവന്നത്. കോഴിക്കോട് പേരാമ്പ്രയിൽ സ്കൂളുകളിലും പുറത്തും പറയ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ജാതി വിവേചനത്തിന് ഇരയാകുന്നുവെന്ന വാർത്ത റിപ്പോർട്ടറാണ് പുറത്തുകൊണ്ടുവന്നത്. ഇതേ തുടർന്ന് SC/ST ജില്ലാ ഓഫീസർ കമ്മീഷന് പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരുന്നു. വിവേചനം ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ജില്ലാ കലക്ടർ DDE ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് SC/ST കമ്മീഷൻ നോട്ടീസ് അയച്ചത്. അടുത്ത മാസം 30-നുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടതെന്ന് കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് PN വിജയകുമാർ അറിയിച്ചു. കോഴിക്കോട് ജില്ലാ കളക്ടർ, കോഴിക്കോട് പട്ടികജാതി വികസന ഓഫീസർ, ചൈൽഡ് വെൽഫെയർ ഓഫീസർ, കോഴിക്കോട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ, ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്റ്റേഴ്സ്, അവിടെ PTA ഉണ്ടെങ്കിൽ, ഉള്ളതായിട്ട് അറിവില്ല, PTA ഉണ്ടെങ്കിൽ PTAയുടെ പ്രസിഡന്റ് എന്നിവരോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവ സംഘടനകൾ കമ്മീഷനെ പരാതിയുമായി സമീപിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പേരാമ്പ്രയിലെ സ്കൂളുകളും കോളനിയും സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ ചെയർമാൻ അറിയിച്ചു. പേരാമ്പ്ര വെൽഫെയർ സ്കൂളിനെ ജാതീയമായി ഒറ്റപ്പെടുത്തുന്നതായും ഹൈസ്കൂളിൽ പഠിക്കുന്ന പറയ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളോട് വിവേചനം കാണിക്കുന്നുവെന്നുമായിരുന്നു റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്ത. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം നടന്നുവരികയാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്, തിരുവനന്തപുരം.